വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ മറ്റൊരു മനോഹരമായിട്ടുള്ള ചേസിന് നമ്മൾ സാക്ഷിയായിരിക്കുകയാണ്. ചിരവൈരികളായിട്ടുള്ള ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇത്തവണ വിജയം ഓസ്ട്രേലിയക്കാണ്. മനോഹരമായിട്ടുള്ള ചേസ് എന്ന് ഞാൻ പറഞ്ഞു. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 351 റൺസായിരുന്നു നിശ്ചിത ഓവറിനുള്ളിൽ നേടിയിട്ടുണ്ടായിരുന്നത്. 47.3 ഓവറിൽ ഓസ്ട്രേലിയ ആ ഒരു സ്കോർ ചേസ് ചെയ്തു. മനോഹരമായിട്ടുള്ള ചേസ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇംഗ്ലണ്ട് ബാറ്റിംഗ് സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇംഗ്ലണ്ട് ബാറ്റിംഗ് സൈഡിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഓസ്ട്രേലിയ ബോളിംഗ് യൂണിറ്റിനെ കുറിച്ചും പറയണം. ഓസ്ട്രേലിയ ബോളിംഗ് യൂണിറ്റിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ അവർ ചാമ്പ്യൻസ് ട്രോഫിയിൽ വന്നിട്ടുള്ളത് സ്റ്റാർ ലൈനപ്പ് ആയിട്ടൊന്നുമല്ല ബോളിംഗ് സൈഡിൽ. പക്ഷേ ഒരു ആവറേജ് ബോളിംഗ് ലൈനപ്പ് വെച്ചിട്ട് ആ ഒരു സ്കോർ നന്നായിട്ട് തന്നെ കൂടിപ്പോയെന്ന് നമുക്കറിയാം. പക്ഷേ ഇത്തവണ കമൻട്രിയിൽ ഉൾപ്പെടെ എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഏതൊരു സാധാരണക്കാരനും ക്രിക്കറ്റ് കാണുന്ന ആരും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഓസ്ട്രേലിയ ഇത്തവണ നല്ലൊരു ഡെപ്തുള്ള ബാറ്റിംഗ് യൂണിറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുതന്നെയാണ് ഇത്രയും നല്ലൊരു റിസൾട്ടിൽ കലാശിക്കാൻ കാരണമായിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ആവറേജ് ബോളിംഗ് ലൈനപ്പ് വെച്ചിട്ട് തന്നെ ഇംഗ്ലണ്ടിൻ്റെ സ്കോർ കാർഡിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ബെൻഡക്കറ്റിൻ്റെയും ജോ റൂട്ടിൻ്റെയും ആ ഒരു ഇന്നിങ്സാണ്, പില്ലർ ഇന്നിങ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും സ്കോർ അവിടെ കൊണ്ടുപോകാൻ കാരണം. 143 ബോളിൽ 165 റൺസായിരുന്നു ഡക്കറ്റ് അവിടെ സ്കോർ ചെയ്തത്. മനോഹരമായിട്ടുള്ള ഇന്നിങ്സ് ആയിരുന്നു. 105 സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശിയിട്ടുണ്ടായിരുന്നത്. ജോ റൂട്ട് 78 ബോളിൽ 68 റൺസ്. നല്ലൊരു പാർട്ണർഷിപ്പ് അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചു. ജോസ് ബട്ട്ലർക്ക് 21 ബോളിൽ 23 റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ഇന്നിങ്സുകൾ കണക്കായിരുന്നു. അവസാന സമയത്ത് ജോഫ്ര ആർച്ചർ വന്ന് 10 ബോളിൽ 21 റൺസ് എടുത്ത് ആ ഒരു സ്കോർ അത്രയും എത്തിക്കാൻ സഹായിച്ചു. അവസാന 10 ഓവറുകൾ ലോ സ്കോറിംഗ് ആയിരുന്നു ഇംഗ്ലണ്ടിനെ ശരിക്കും പറഞ്ഞാൽ തിരിച്ചടിയായിരുന്നത്. ഞാൻ ഒരുപക്ഷെ ഒരു 380-390 റൺസിലേക്കൊക്കെ പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ചേസ് ഒരുപക്ഷെ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയതിനെ ഓസ്ട്രേലിയയെ സംബന്ധിച്ച്. പക്ഷേ അവസാന 10 ഓവറുകൾ നന്നായിട്ട് തന്നെ ഓസ്ട്രേലിയക്ക് ബോൾ ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ ഒരുപക്ഷെ നന്നായിട്ട് തന്നെ പിടിച്ചെറിയാൻ സാധിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ റൺ റേറ്റ് ഒന്ന് ഡൗൺ ആക്കാൻ സാധിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ സമയത്ത് ഷോട്ടിൻ്റെ മനോഹരമായിട്ടുള്ള ഇന്നിങ്സ് ഓപ്പണിംഗ് സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നു. 66 ബോളിൽ 63 റൺസ്. ട്രാവിസ് ഹെഡിൻ്റെയും സ്മിത്തിൻ്റെയും വിക്കറ്റ് എടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് ഇംഗ്ലണ്ട് ആശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ കരുതി വെച്ചിരുന്ന മറ്റൊന്നായിരുന്നു. ലാംബിഷനെ വന്നു 45 ബോളിൽ 47 റൺസ് സ്കോർ ചെയ്യുന്നു. പിന്നീട് വന്ന ഇംഗ്ലീഷിൻ്റെ ആ ഒരു ഇന്നിങ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. 139 സ്ട്രൈക്ക് റേറ്റിൽ 86 ബോളിൽ 120 റൺസാണ് താരം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വന്ന ക്യാരി ആയിട്ട് 63 ബോളിൽ 69 റൺസ് എടുത്ത് മനോഹരമായിട്ടുള്ള ഇന്നിങ്സ് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു നല്ലൊരു പാർട്ണർഷിപ്പ് ആയിരുന്നു ഇംഗ്ലീഷ് ക്യാരി. അതിനുശേഷം വന്ന മാക്സ്വെൽ ആണെങ്കിൽ കിടിലം ബാറ്റിംഗ്, 15 ബോളിൽ 32 റൺസ് എടുത്ത് മത്സരം ഫിനിഷ് ചെയ്തിട്ടാണ് ഇംഗ്ലീഷും മാക്സ്വെല്ലും കൂടെ കയറി പോകുന്നത്. എന്തായാലും ഇംഗ്ലണ്ടിൻ്റെ ബോളിംഗ് ലൈനപ്പ് എന്ന് പറയുന്നത് ഭയങ്കര പതറ്റിക് പെർഫോമൻസ് ആയിരുന്നു. മാർക്കൗട്ട് വരുന്നു, എറിയുന്നു, ആ ഒരു എന്താ പറയുക പേസ് ജനറേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ലെങ്ത് ആൻഡ് ലൈൻ മാറി പോവാണ്. നല്ല രീതിയിൽ അടി മേടിച്ചു. 9.3 ഓവറിൽ 75 റൺസാണ് താരം വിട്ടുകൊടുത്തത്. ഒരു മെയിൻ ലൈൻ്റെ ബോളറാണെന്ന് പറയണം. ജോഫ്ര ആർച്ചർ അതിലും അപ്പുറം 10 ഓവറിൽ നിന്ന് 82 റൺസാണ് വിട്ടുകൊടുത്തത്. എക്കോണമി 8.20 ആണ്. ഇതൊരു ഓടിയ മത്സരമാണെന്ന് നോക്കണം. കേഴ്സ് 7 ഓവറിൽ നിന്ന് 69 റൺസ് വിട്ടുകൊടുത്തു. ആദിൽ റഷീദിൻ്റെ ആ ഒരു ബോളിംഗ് മാത്രമാണ് ഒരുപക്ഷെ ഇംഗ്ലണ്ടിന് ആകെ തലവേദന ആവാതിരുന്നതെന്ന് പറയാം. കാരണം 4.70 എക്കോണമിയിൽ 47 റൺസ് മാത്രമാണ് 10 ഓവറിൽ നിന്ന് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ലിവിങ്സ്റ്റൺ 7 ഓവറിൽ നിന്ന് 47 റൺസ്, അത് കുഴപ്പമില്ലാത്തൊരു എക്കോണമിയിൽ ബോൾ ചെയ്തു. ജോ റൂട്ട് 4 ഓവറിൽ നിന്ന് 26 റൺസ്. ഇത്തവണ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ബോളിംഗ് ലൈനപ്പുമായിട്ടാണ് ഓസ്ട്രേലിയ വന്നിട്ടുള്ളതെങ്കിൽ അതിലും പതറ്റിക് ആയിട്ടുള്ള ആവറേജ് ബോളിംഗ് ലൈനപ്പുമായിട്ട് വന്നിട്ട് പതറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അവിടെ ഇംഗ്ലണ്ട് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ജോഫ്ര ആർച്ചറിൻ്റെ ഒക്കെ പെർഫോമൻസ് ഭയങ്കര ലോ ലെവലിലേക്ക് പോയതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഇഞ്ചുറി അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല ജോഫ്ര ആർച്ചറിൻ്റെ ഒരു തിരിച്ചുവരവ്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാൻ പോകെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ബോളിംഗ് നിര വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ എങ്ങനെയായിരിക്കും ഇന്നിങ്സ് പോവുക, അല്ലെങ്കിൽ മാച്ചസ് പോവുക എന്നുള്ളത്. എന്തായാലും നല്ല ഡെപ്തുള്ള ഒരു ബാറ്റിംഗ് സൈഡ് ഇത്തവണ ഓസ്ട്രേലിയക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അറിയപ്പെടുത്തുക. അപ്പോൾ ഇന്ത്യ പോരാട്ടത്തിനായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇറ്റ്സ് മീ ഗോകുലം സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.